Dear students, we shall continue our discussions on the Right to Information Act 2005. നമ്മൾ ഈ വീഡിയോയിൽ അപ്പീലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അപ്പീൽ എന്താണ്, നമ്മളൊരു അപ്പീൽ ഫയൽ ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അത് റിജക്റ്റ് ചെയ്യാം. ഇനി ഇൻഷുറൻസ് കമ്പനികളും ഗവൺമെൻറ് ഓഫീസുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള RTI ആക്ട് പ്രകാരം നമുക്ക് ഇൻഫർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇത്രയും പോയിന്റുകളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് അപ്പീൽ എന്താണ്? അപ്പീൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ഒരാൾ ഒരു പ്രത്യേക ഇൻഫർമേഷന് വേണ്ടി ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ ഡിനൈ ചെയ്യുകയാണ് എങ്കിൽ അത് പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്, ഒരു അപേക്ഷ കൊടുക്കുകയാണ്. നമ്മൾ അപ്പീൽ, അല്ലെങ്കിൽ നമ്മളൊരു സിവിൽ കേസുകളിലോ ക്രിമിനൽ കേസുകളിലോ ഒക്കെ ആണെങ്കിൽ എന്താ പറയുന്നത്, ഒരു പുനർവിചാരണ ഹർജി, പുനഃപരിശോധന. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ഇൻഫർമേഷൻ നൽകാതിരിക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണം. അപ്പം അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പീൽ എന്താണ്? ആൻ അപ്പീൽ ഈസ് ആൻ ആപ്ലിക്കേഷൻ വിത്ത് ഹയർ അതോറിറ്റി ഫോർ എ ഡിസിഷൻ ടു ബി റിവൈസ് ചെയ്യുക, പുനഃപരിശോധിക്കുക. or it is a request made to a court of law to change a previous decision. അല്ലെങ്കിൽ ഒരു കോടതിക്ക് കൊടുക്കുന്ന ഒരു അപേക്ഷയാകാം, ഇതിനു മുമ്പെടുത്ത തീരുമാനം അത് മാറ്റണമെന്ന് അപേക്ഷിക്കുന്ന ഒരു റിക്വസ്റ്റ് ആകാം. The Right to Information Act was introduced in the year 2005 to provide citizens of India with the right to get acquainted with any information. എന്തെങ്കിലും ഇൻഫർമേഷൻ ഒരു പരിചയമുണ്ടാകുക, അല്ലെങ്കിൽ ഇൻഫർമേഷൻ കരസ്ഥമാക്കാനുള്ള അവസരം കൊടുക്കുക. ഓഫ് സിഗ്നിഫിക്കൻസ് ദാറ്റ് ഈസ് ഹെൽഡ് ബൈ ദി ഗവൺമെൻറ് ഓർ ഗവൺമെൻറ് അണ്ടർടേക്കിങ്സ്. പാർട്ടി പ്രകാരം നമുക്ക് ഇൻഫർമേഷൻ കിട്ടാവുന്നത് ഗവൺമെൻറ്റിൻ്റെ കൈവശമുള്ള ഇൻഫർമേഷനോ, അല്ലെങ്കിൽ ഗവൺമെൻറ് അണ്ടർടേക്കിങ്സിൻ്റെ കൈവശമുള്ള ഇൻഫർമേഷനോ, അല്ലെങ്കിൽ ഗവൺമെൻറ് ഒരു സബ്സ്റ്റാൻഷ്യൽ ഫണ്ടിങ് നടത്തുന്ന ഓർഗനൈസേഷൻസ് എന്നുള്ള ഇൻഫർമേഷനേ ഉള്ളൂ. ഇപ്പോൾ പ്രൈവറ്റ് വ്യക്തികളെ സംബന്ധിച്ചോ പ്രൈവറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻ RTI ആക്ടിൻ്റെ കീഴിൽ വരുന്നില്ല. ദെൻ അഡ്രസ്സിംഗ് ദി അപ്പീൽ. The first appeal must be made to the respective first appellate authority, FAA, first appellate authority. Details of the designated FAA could be found on the decision letter of the public information officer. നമുക്കൊരു ഇൻഫർമേഷൻ ഡിനൈ ചെയ്തുകൊണ്ടൊരു ലെറ്റർ PIO പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നൽകുകയാണെങ്കിൽ ആ ലെറ്ററിൽ തന്നെ ഉണ്ടായിരിക്കും ഫസ്റ്റ് അപ്പലേറ്റ് അതോറിറ്റി ആരാണ്. or official website of the RTI or from the office of the PIO, അല്ലെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഓഫീസിൽ നിന്നും ആരാണ് ഫസ്റ്റ് അപ്പലേറ്റ് അതോറിറ്റി എന്നറിയാൻ സാധിക്കും. ദി അപ്പീൽ കുഡ് ഓൾസോ ബി ഫർണിഷ്ഡ് ടു ദി അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വിച്ച് വുഡ് ബി ഫോർവേഡ് ടു ദി FAA. ഇനി അതല്ല എങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന്റെ മുമ്പാകെ ഒരു അപ്പീൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. The provision of the first appeal can be utilized within the specified timeline on the event of the following circumstances. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമുക്ക് ആദ്യമായിട്ടൊരു അപ്പീൽ കൊടുക്കാവുന്നത്? അപ്പം സർക്കംസ്റ്റാൻസ് ഓഫ് അപ്പീലും ടൈം ലിമിറ്റും പറയുന്നുണ്ട്. നോ റെസ്പോൺസ് ഓഫ് PIO വിതിൻ 30 days ഫ്രം ദി റെസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ. ഒരു ആപ്ലിക്കേഷൻ ലഭിച്ച 30 ദിവസത്തിനകം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിൽ നിന്നും ഒരു ഇൻഫർമേഷനും കിട്ടുന്നില്ല എങ്കിൽ ദി അപ്പീൽ ക്യാൻ ബി ഫയൽ ആഫ്റ്റർ 37 days ഓഫ് ദി റെസിപ്റ്റ് ഓഫ് ദി ആപ്ലിക്കേഷൻ ബൈ PIO ബട്ട് വിതിൻ 60 days ഓഫ് ദി സെയിം. ഇപ്പം നമ്മളെന്താ, ഈ അപ്പീൽ കൊടുത്ത് 37 ദിവസം കഴിഞ്ഞ് 60 ദിവസത്തിനുള്ളിൽ നമുക്കെന്താ ഒരു അപ്പീൽ ഫയൽ ചെയ്യാം. ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് 37 ദിവസത്തിനും 60 ദിവസത്തിനും ഉള്ളിൽ ഫസ്റ്റ് അപ്പീൽ ഫയൽ ചെയ്യാം. രണ്ടാമത്തെ കേസ് എന്താ, application submitted through APIO, Assistant Public Information Officer, but the PIO hasn't responded for the same within 30 days of the receipt of the application,
അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ മുഖാന്തരമാണ് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തത്. അതിന് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന്റെ ഭാഗത്തുനിന്നും ഒരു റെസ്പോൺസും കിട്ടുന്നില്ല എങ്കിൽ ദി അപ്പീൽ ക്യാൻ ബി ഫയൽ ആഫ്റ്റർ 30 days ഓഫ് ദി റെസിപ്റ്റ്. ഇവിടെയും എന്താണ്, 37 ദിവസം കഴിഞ്ഞ് 60 ദിവസത്തിനുള്ളിൽ അപ്പീൽ ഫയൽ ചെയ്യാം. മൂന്നാമത്തേത്, RT ആപ്ലിക്കേഷൻ ഹാസ് ബീൻ ട്രാൻസ്ഫേർഡ് ടു ദി അനദർ PIO. മറ്റൊരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഈ ആപ്ലിക്കേഷൻ ട്രാൻസ്ഫർ ചെയ്യുകയാണ് എങ്കിൽ ഹു ഡസൻറ്റ് റെസ്പോൺസ് വിത്തിൻ 30 days ഓഫ് ദി റെസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് മറ്റൊരു PIOയ്ക്ക് ഈ ആപ്ലിക്കേഷൻ കൊടുത്തു, അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും 30 ദിവസത്തിനകം റെസ്പോൺസ് കിട്ടുന്നില്ല എങ്കിൽ ദി അപ്പീൽ ക്യാൻ ബി ഫയൽ ആഫ്റ്റർ 30 days ഓഫ് ദി റെസിപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ. ഇവിടെയും എന്താണ്, 37 ദിവസം കഴിഞ്ഞ് 60 ദിവസത്തിനുള്ളിൽ അപ്പീൽ ഫയൽ ചെയ്യാം. ഈ ആദ്യത്തെ 3 സാഹചര്യങ്ങളും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിൻ്റെ കൈവശമോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ്റെ കൈവശമോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനത്തിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിനോ ട്രാൻസ്ഫർ ചെയ്യുകയോ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ആണ് എങ്കിൽ ആപ്ലിക്കേഷൻ കൊടുത്ത് 37 ദിവസത്തിനും 60 ദിവസത്തിനും ഉള്ളിൽ, 37 ദിവസം കഴിഞ്ഞ് 60 ദിവസത്തിനുള്ളിൽ ഫസ്റ്റ് നമുക്കെന്താ അപ്പീൽ ഫയൽ ചെയ്യാവുന്നതാണ്. നാലാമത്തെ സാഹചര്യം എന്താ, PIO has issued to the notice to a third party in accordance with section 11 subsection 1 but hasn't responded to the application within 40 days from the receipt of the same. അപ്പം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്താ, ഒരു തേർഡ് പാർട്ടിക്ക് സെക്ഷൻ 11 സബ്സെക്ഷൻ 1 പ്രകാരം ഒരു നോട്ടീസ് ട്രാൻസ്ഫർ ചെയ്തു. പക്ഷേ യാതൊരു ഇൻഫർമേഷനും കിട്ടുന്നില്ല എങ്കിൽ, 40 ദിവസത്തിനുള്ളിൽ കിട്ടുന്നില്ല എങ്കിൽ the appeal can be filed after 47 days of the receipt of the application by PIO. ആപ്ലിക്കേഷൻ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് കിട്ടി 40 ദിവസം കഴിഞ്ഞ് എന്താ പറഞ്ഞിരിക്കുന്നത്, 47 ദിവസം കഴിഞ്ഞ് 70 ദിവസത്തിനുള്ളിൽ അപ്പീൽ ഫയൽ ചെയ്യാം. അഞ്ചാമത്തെ സിറ്റുവേഷൻ, ഫോർ റിസീവിങ് ഇംപ്രോപ്പർ ഇൻഫർമേഷൻ ഫ്രം ദി PIO. എന്താ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസിൽ നിന്നും പ്രോപ്പറായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അല്ല കിട്ടിയിരിക്കുന്നെങ്കിൽ then demand of inappropriate or fee from the PIO. എന്താ, കൃത്യമായ ഇൻഫർമേഷൻ അല്ല കിട്ടിയിരിക്കുന്നു അല്ലെങ്കിൽ കൃത്യമായൊരു ഫീസ് അല്ല പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസ് ഡിമാൻഡ് ചെയ്യുന്നതെങ്കിൽ ദി അപ്പീൽ മസ്റ്റ് ബി ഫയൽ വിതിൻ 30 days ഫ്രം ദി ഡേറ്റ് ഓഫ് ദി റെസിപ്റ്റ് ഓഫ് PIO's ആപ്ലിക്കേഷൻ. ഇവിടെ എന്താ, 30 ദിവസത്തിനുള്ളിൽ ഒരു അപ്പീൽ ഫയൽ ചെയ്യുക. ഇനി എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് നമ്മളൊരു അപ്പീൽ കൊടുക്കുകയാണെങ്കിൽ അപ്പീൽ ആപ്ലിക്കേഷനോടൊപ്പം എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടത്? വൺ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് ദി RT ആപ്ലിക്കേഷൻ. നമ്മൾ ആദ്യം കൊടുത്ത റൈറ്റ് ടു ഇൻഫർമേഷൻ ആപ്ലിക്കേഷൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി, നമ്മളെന്താ ഒരു കോപ്പി എടുത്തിട്ട് സ്വന്തമായിട്ട് ഒപ്പിട്ട് അറ്റസ്റ്റ് ചെയ്താൽ മതി. ദെൻ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി ഓഫ് ദി PIO's റെസ്പോൺസ്. ദെൻ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിൻ്റെ റെസ്പോൺസിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി. അതർ ഡോക്യുമെന്റ്സ് ജസ്റ്റിഫൈങ് ദി ഗ്രൗണ്ട്സ് ഓഫ് അപ്പീൽ. ഇനി നമ്മൾ ആ ഒരു അപ്പീൽ കൊടുക്കുകയാണെങ്കിൽ ആ അപ്പീൽ ജസ്റ്റിഫൈ ചെയ്യാനുള്ള മറ്റെന്തെങ്കിലും ഡോക്യുമെന്റുകൾ ഉണ്ടെങ്കിൽ ആ ഡോക്യുമെന്റുകളും കൂടി അറ്റാച്ച് ചെയ്യുക. ആപ്ലിക്കേഷൻ ഫീ ആൻഡ് ഫോർമാറ്റ്. ദി ആപ്ലിക്കേഷൻ ഫീ ആൻഡ് ഫോർമാറ്റ് ഡിഫർ ഫ്രം സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്. ദി ആപ്ലിക്കൻ ക്യാൻ ഫൈൻഡ് ദി റെസിപ്റ്റീവ് ഇൻഫർമേഷൻ ഇൻ ദി ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് ദി RTI. ഓരോ സംസ്ഥാനത്തിൻ്റെയും RTIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും നമുക്ക് ആപ്ലിക്കേഷൻ ഫീസും അതിൻ്റെ ഫോർമാറ്റും മറ്റ് ഡീറ്റെയിൽസും എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ഫാക്ട്സ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദി അപ്പീൽ. എന്തൊക്കെ കാര്യങ്ങളാണ് അപ്പീലിൽ ഉൾപ്പെടുത്തേണ്ടത്? ദി ഫോളോയിങ് ഫാക്ട്സ് മസ്റ്റ് ബി മെൻഷൻ വൈൽ ഫയലിംഗ് ദി ആപ്ലിക്കേഷൻ ദി ഫസ്റ്റ് അപ്പീൽ. ആദ്യമായിട്ട് അപ്പീൽ കൊടുക്കുമ്പോൾ എന്തൊക്കെ ഫാക്ട്സ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം, ആപ്ലിക്കേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മെൻഷൻ ചെയ്യേണ്ടത്? One, particulars of the RT application filed to the PIO. Secondly, the information requested in the application. 3, decision or ignorance of the PIO. 4, information provided by the PIO. 5, information not provided by the PIO are reasons for grievance. ആറാമത്തെ എന്താണ് പരാതിയുടെ കാരണം? ഈ 6 ഫാക്ട്സ് അല്ലെങ്കിൽ ഈ 6 പോയിന്റുകൾ ഉൾപ്പെടുത്തി വേണം ഒരു അപ്പീൽ ഫയൽ ചെയ്യാനായിട്ട്. ഇനി അടുത്തായിട്ട് പ്രേയേഴ്സ്. നമുക്കൊരു പ്രാർത്ഥന അല്ലെങ്കിൽ പ്രയർ എന്താ?
Prayers in this context denote the pleas, അഭ്യർത്ഥനയാണ്, to be made to the first appellate authority. Some of the prayers include 1. An opportunity to be heard before decision is made. തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്ന ആളിൻ്റെ ഭാഗം കൂടി കേൾക്കണം എന്നുള്ളൊരു റിക്വസ്റ്റ്, അത് പ്രയറിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത്. രണ്ടാമത്, പാർഡൺ ദി ഡിലേ ഒക്വേർഡ് ഡ്യൂറിങ് സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ. ഇനി ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് എന്തെങ്കിലും താമസം വന്നിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമാപണം. 3. ഡിമാൻഡ് ദി PIO ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ വിതിൻ 10 days ഫ്രം ദി ഡേറ്റ് ഓഫ് ദി ഡിസിഷൻ ഓഫ് ദി അപ്പീൽ. അപ്പീലിൻ്റെ തീരുമാനമെടുത്ത് എന്താണ് 10 ദിവസത്തിനകം വിവരം അറിയിക്കണം എന്നുള്ളൊരു പ്രയർ, അല്ലെങ്കിൽ ഒരു ഡിമാൻഡ് റിക്വസ്റ്റ് നമുക്ക് പറയാം. ഡിമാൻഡ് ദി PIO ടു പ്രൊവൈഡ് കംപ്ലീറ്റ് ആൻഡ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ. കൃത്യമായതും പൂർണ്ണമായതുമായ ഇൻഫർമേഷൻ തരണം എന്നുള്ള ഒരു അഭ്യർത്ഥന അല്ലെങ്കിൽ ഒരു ഡിമാൻഡ്. ഡിമാൻഡ് ദി PIOs ടു പ്രൊവൈഡ് സർട്ടിഫൈഡ് കോപ്പീസ് ഓഫ് ദി ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ്റെ സർട്ടിഫൈ ചെയ്തിരിക്കുന്ന കോപ്പികൾ തരണം എന്നുള്ളൊരു ഡിമാൻഡ്. ഈ പറഞ്ഞിരിക്കുന്ന 5 പോയിന്റുകൾ പ്രയേഴ്സിൽ ഉൾപ്പെടുത്താവുന്നതാണ്. എക്സംഷൻസ് ഫ്രം ദി ഡിസ്ക്ലോഷർ ഓഫ് ഇൻഫർമേഷൻ സെക്ഷൻ 8 നമ്മൾ നേരത്തെ ഒന്ന് ഡിസ്കസ് ചെയ്തതാണ്. നമ്മളെന്താ ഗ്രൗണ്ട് ഫോർ റിജക്ഷൻ ഓഫ് ഒരു RTA ആപ്ലിക്കേഷൻ, ഗ്രൗണ്ട് ഫോർ റിജക്ഷൻ ഓഫ് RTA ആപ്ലിക്കേഷൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. എന്നിരുന്നാലും ഒന്നും കൂടി നമുക്ക് വളരെ സ്പീഡിൽ കവറപ്പ് ചെയ്തു പോകുന്നതായിരിക്കും. ഡിസ്ക്ലോഷർ ഓഫ് ഇൻഫർമേഷൻ മീൻസ് പ്രൊവൈഡിങ് എനി ഇൻഫർമേഷൻ sought for by any person or an entity that is permissible under Act Right to Information Act. Notwithstanding anything contained in this Act, there shall be no obligation to give any citizen. ഈ ആക്ട് പ്രകാരം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ യാതൊരു ഇൻഫർമേഷനും പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ബാധ്യത പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കില്ല. അല്ലെങ്കിൽ എന്തൊക്കെ സാഹചര്യങ്ങളിൽ ഒരു ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യാം, ഇത് 5 മാർക്കിന് ചോദിക്കാറുള്ളതാണ്. സാധാരണഗതിയിൽ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി ഗ്രൗണ്ട് ഫോർ റിജക്ഷൻ ഓഫ് അൻ RTA ആപ്ലിക്കേഷനാണ് പറയുന്നത്. 1. ദി ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ ഓഫ് വിച്ച് പ്രിജുഡീഷ്യലി അഫക്ട്. പ്രിജുഡീഷ്യലി എന്ന് പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് ആസ്പെക്റ്റാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഹാനികരമായി ഒരു ഇൻഫർമേഷൻ വെളിപ്പെടുത്തുകയാണെങ്കിൽ അത് രാജ്യത്തിൻ്റെ പരമാധികാരത്തെയും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഐക്യത്തെയും ദോഷകരമായി ബാധിക്കാവുന്നതാണ് എങ്കിൽ ആ ഇൻഫർമേഷൻ കൊടുക്കാതിരിക്കാം. ഇനി ഇങ്ങനെ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അത് പ്രിജുഡീഷ്യലി ദോഷകരമായി ബാധിക്കുക. ദി സെക്യൂരിറ്റി, സ്ട്രാറ്റജിക്, സയന്റിഫിക് ഓർ എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ്. രാജ്യത്തിൻ്റെ അതിൻ്റെ സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായ മറ്റെന്തെങ്കിലും കാര്യങ്ങളെയോ ശാസ്ത്രീയമായോ അല്ലെങ്കിൽ സാമ്പത്തികമായൊക്കെ ഉള്ള താല്പര്യങ്ങളെ അത് ദോഷകരമായി ബാധിക്കുമെന്നുണ്ടെങ്കിൽ വെളിപ്പെടുത്താതിരിക്കാം. ദെൻ റിലേഷൻ വിത്ത് ഫോറിൻ സ്റ്റേറ്റ്. ഒരു വിദേശ രാജ്യമായിട്ടുള്ള ബന്ധത്തെ അത് അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യാമെങ്കിൽ വെളിപ്പെടുത്താതിരിക്കാം. വിച്ച് ലീഡ്സ് ടു ഇൻസൈറ്റ്മെന്റ് ഓഫ് ആൻ ഒഫൻസ്. ഇപ്പോൾ എന്താ ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തിലേക്ക് അല്ലെങ്കിൽ അക്രമത്തിലേക്ക് ഇങ്ങനെ വെളിപ്പെടുത്തുന്ന ഒരു ഇൻഫർമേഷൻ നയിക്കാമെന്നുണ്ടെങ്കിൽ സേഫ് ആയിട്ട് തന്നെ ആ ഇൻഫർമേഷൻ ഡിനൈ ചെയ്യാം. രണ്ടാമത്തെ ഒരു ഗ്രൗണ്ട് എന്താ? ഇൻഫർമേഷൻ വിച്ച് ഹാസ് ബീൻ എക്സ്പ്രസ്ലി ഫോർബിഡൻ ഓർ ടു ബി പബ്ലിഷ്ഡ് ബൈ എനി ഓഫ് ദി കോർട്ട് ഓഫ് ലോ ഓർ ട്രിബ്യൂണൽ. ഏതെങ്കിലും കോടതിയോ ട്രിബ്യൂണലോ ഒരു ഇൻഫർമേഷൻ വെളിപ്പെടുത്തരുത് എന്ന് ഓർഡർ ഇട്ടിട്ടുണ്ട് എങ്കിൽ, ഒരു എക്സ്പ്രസ് ഓർഡർ ഉണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ വെളിപ്പെടുത്താതിരിക്കാം. ബി. ഡിസ്ക്ലോഷർ ഓഫ് വിച്ച് മേ കോൺസ്റ്റിറ്റ്യൂട്ട് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. ഇനി എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ഇൻഫർമേഷൻ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അത് കോടതി അലക്ഷ്യമാകുമെന്നുണ്ടെങ്കിൽ അവിടെയും ഇൻഫർമേഷൻ ഡിനൈ ചെയ്യാം. 3. ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ ഓഫ് വിച്ച് കോസ് ബ്രീച്ച് ഓഫ് പ്രിവിലേജ് ഓഫ് ദി പാർലമെന്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ഇവിടെ എന്താ? പാർലമെന്റിനോ അല്ലെങ്കിൽ സംസ്ഥാന അസംബ്ലികൾക്കോ ഉള്ള പ്രത്യേക സംരക്ഷണം, പ്രത്യേക പ്രൊട്ടക്ഷൻ അത് ബ്രീച്ച് ചെയ്യപ്പെടുമെന്നുണ്ടെങ്കിൽ അവിടെയും ആ ഇൻഫർമേഷൻ എന്താ? അത് നമുക്ക് വെളിപ്പെടുത്താതിരിക്കാം. നമ്മുടെ പാർലമെന്റിനും അതുപോലെ തന്നെ സംസ്ഥാന അസംബ്ലികൾക്കും പ്രത്യേക ഒരു പരിരക്ഷയുണ്ട്, ഒരു സംരക്ഷണമുണ്ട്. ഇപ്പം പാർലമെന്റിൽ എന്ത് വിളിച്ചു പറഞ്ഞാലും അതിനൊരു സിവിൽ കോടതിയിൽ നമുക്ക് അല്ലെങ്കിൽ ക്രിമിനൽ ആയിട്ടതിനെ ഒരു കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് അടുത്ത നാളിൽ ഒരു ഭരണകക്ഷിയുടെ MP, ഒരു പ്രതിപക്ഷത്തിൻ്റെ MP ഇന്ത്യൻ പാർലമെന്റിൽ വെച്ച് വളരെ മോശമായ രീതിയിൽ
അധിക്ഷേപിച്ചു. അതിൻ്റെ പേരിൽ എന്താ, ഈ സംഭവം നടക്കുന്ന പാർലമെന്റിന് വെളിയിലാണ് എങ്കിൽ ഒരു ക്രിമിനൽ കേസ് ഫയൽ ചെയ്യാവുന്നതാണ്, മാനനഷ്ട കേസ് ഫയൽ ചെയ്യാവുന്ന. പക്ഷേ കോടതിക്കുള്ളിൽ പാർലമെന്റിനോ അസംബ്ലിക്കോ ഉള്ളിൽ പ്രത്യേക പരിരക്ഷ ഉള്ളത് കൊണ്ട് അവരിത് മറ്റ് കേസുകളിൽ നിന്ന് രക്ഷപ്പെടും. അപ്പം ആ പ്രത്യേക പരിരക്ഷയെ ഹനിക്കപ്പെടുന്ന രീതിയിലാണ് ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ എന്താ, അവിടെയും സേഫ് ആയിട്ട് അവർക്ക് ഡിനൈ ചെയ്യാം. Then 4, information disclosure of which would harm the competitive position of a third party. മൂന്നാമതൊരു വ്യക്തിയുടെ കോമ്പറ്റീറ്റീവ് പൊസിഷനെ അഡ്വൈസ് ആയിട്ട് അഫക്റ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ, ഇൻക്ലൂഡിങ് കൊമേഴ്ഷ്യൽ കോൺഫിഡൻസ്, ട്രേഡ് സീക്രട്സ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ഒരു മൂന്നാമതൊരു വ്യക്തിയുടെ കൊമേഴ്ഷ്യൽ കോൺഫിഡൻസിനെയോ ട്രേഡ് സീക്രട്സിനെയോ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെയോ ഒക്കെയോ ഇത് തെറ്റായിട്ട് അല്ലെങ്കിൽ അയാളുടെ കോമ്പറ്റീഷൻ പൊസിഷനെ അഡ്വൈസ് ആയിട്ട് അഫക്റ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അവിടെയും ഇൻഫർമേഷൻ ഡിനൈ ചെയ്യാം. ഇൻഫർമേഷൻ അവൈലബിൾ ടു എ പേഴ്സൺ ഇൻ ഹിസ് ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ്. എന്താ, ഒരു ഉത്തമ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ബന്ധത്തിൽ നിന്നും ഒരാൾക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ ആണെങ്കിൽ അത് വെളിപ്പെടുത്താൻ പാടില്ല, അവിടെയും വെളിപ്പെടുത്താതിരിക്കാം. ഇനി ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഈ ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത് അയാളും മറ്റൊരു വ്യക്തിയുമായിട്ടുള്ളൊരു ബന്ധത്തിൽ നിന്നാണ് എങ്കിൽ, വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ബന്ധത്തിൽ തന്നെയാണെങ്കിൽ ആ ഇൻഫർമേഷൻ വെളിപ്പെടുത്താൻ പാടില്ല. ഇൻഫർമേഷൻ റിസീവ്ഡ് ഇൻ കോൺഫിഡൻസ് ഫ്രോം ദി ഫോറിൻ ഗവൺമെന്റ്, വിദേശ രാജ്യങ്ങളിൽ നിന്നും കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ അതും വെളിപ്പെടുത്താൻ പാടില്ല. ഇൻഫർമേഷൻ ഡിസ്ക്ലോഷർ ഓഫ് വിച്ച് വുഡ് എൻഡേഞ്ചർ ദി ലൈഫ് ഓർ ഫിസിക്കൽ സേഫ്റ്റി ഓഫ് എനി പേഴ്സൺ ഓർ ഐഡന്റിറ്റി ഓഫ് ദി സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഓർ അസിസ്റ്റൻസ് ഗിവൺ ഇൻ കോൺഫിഡൻസ് ഓർ ലോ ഓഫ് എൻഫോഴ്സ്മെന്റ് ഓർ സെക്യൂരിറ്റി പർപ്പസസ്. ഇവിടെ എന്താ, മറ്റൊരു വ്യക്തിയുടെയോ രാജ്യത്തിൻ്റെയോ സുരക്ഷിതത്വത്തെയോ അല്ലെങ്കിൽ താല്പര്യങ്ങളെയോ അഡ്വൈസ് ആയിട്ട് അഫക്റ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഇൻഫർമേഷനും കൊടുക്കാൻ പാടില്ല. ഇപ്പം ഇവിടെ എന്താ, എന്തൊക്കെ സാഹചര്യങ്ങളിലാണ് സെക്ഷൻ 8 പറഞ്ഞിരിക്കുന്നത്, ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഒരു ഇൻഫർമേഷൻ ഡിനൈ ചെയ്യാം. ദെൻ ഇൻഫർമേഷൻ വിച്ച് വുഡ് ഇംപെഡ് പ്രോസസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, ഒരു അന്വേഷണത്തിന്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷന്റെ ആ പ്രോസസിനെ തടസ്സപ്പെടുത്തുമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ മറ്റാരെയെങ്കിലും ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ, പ്രോസിക്യൂഷൻ ഓഫ് ഒഫൻഡേഴ്സ്, എന്താ പ്രോസിക്യൂഷൻ ഒഫൻഡേഴ്സിന്റെ പ്രോസിക്യൂഷനെ തടസ്സപ്പെടുത്തുമെന്നുണ്ടെങ്കിൽ സച്ച് ഇൻഫർമേഷൻ ക്യാൻ ബി ഡിനൈഡ്. ദെൻ ക്യാബിനറ്റ് പേപ്പേഴ്സ്, ഇപ്പം മന്ത്രിസഭയുടെ മന്ത്രിമാരുടെ എന്താ ക്യാബിനറ്റിന്റെ പേപ്പേഴ്സും റെക്കോർഡ്സും ഒക്കെ എന്താ, ഇപ്പം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ തീരുമാനങ്ങൾ, അതിന്റെ ഡോക്യുമെന്റ്സും റെക്കോർഡ്സും ഒക്കെ എന്താ, അതിനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻ വേണമെങ്കിൽ ഡിനൈ ചെയ്യാം. ഇൻഫർമേഷൻ ഇൻവോൾവിംഗ് കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റ്, കോപ്പിറൈറ്റിന്റെ ലംഘനം നടക്കപ്പെടാവുന്ന ഒരു ഇൻഫർമേഷൻ ആണെങ്കിൽ അതും വെളിപ്പെടുത്താതിരിക്കാം. Then the 11th point, information which relates to personal information which has no relationship any public activity or interest. അപ്പം പബ്ലിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ എന്താ ഒരു പൊതു താല്പര്യമോ അല്ലെങ്കിൽ പൊതു ഇൻട്രസ്റ്റോ ഇല്ലാത്ത കാര്യങ്ങളാണ്, ആരുടെയെങ്കിലും വ്യക്തിപരമായ ഇൻഫർമേഷനാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ ആ ഇൻഫർമേഷനും പ്രൊവൈഡ് ചെയ്യാതിരിക്കാം. ഇൻഫർമേഷൻ റിഗാർഡിംഗ് ഐറ്റംസ് 1, 2 and 9 മെൻഷൻ എബവ് 1, 2, 9 മുകളിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളിൽ ഈ 3 പോയിന്റുകളിൽ വരുന്ന ഇൻഫർമേഷൻ ആണ് എങ്കിൽ may not be disclosed even after 20 years. അപ്പം എന്താ, അത് ഒരിക്കലും വെളിപ്പെടുത്താൻ പാടില്ല. മറ്റ് കേസുകളാണെങ്കിൽ 20 വർഷത്തിന് ശേഷം വെളിപ്പെടുത്തപ്പെടാവുന്നതാണ്. That means all information except these 3 items shall be disclosed after 20 years. 1, 2, 9 പോയിന്റുകൾ പറഞ്ഞിരിക്കുന്ന ഒഴിച്ച് ബാക്കി കാര്യങ്ങളാണെങ്കിൽ 20 വർഷത്തിന് ശേഷം അത് വെളിപ്പെടുത്തുന്നതിന് നിയമപരമായ തടസ്സമൊന്നുമില്ല. The information can be refused on any of the above mentioned ground. ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ, 11 പോയിന്റുകളിൽ ഏതെങ്കിലും ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഇൻഫർമേഷൻ ക്യാൻ ബി സേഫ്ലി ഡിനൈഡ് ബൈ ദി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. Then right to access information on specific issues. ചില പ്രത്യേക ഇഷ്യൂസിൽ എന്താണ് നമുക്ക് റൈറ്റ് ടു ആക്സസ് ഓഫ് ഇൻഫർമേഷൻ, ഇത് പ്രത്യേക സാഹചര്യങ്ങളിൽ വരുന്നതാണ്. ദെൻ
As per the provisions of the Right to Information Act 2005, citizens have the right to get information from the public authorities. അപ്പം RTI ആക്ട് പ്രകാരം എല്ലാ പൗരന്മാർക്കും പബ്ലിക് അതോറിറ്റീസിൽ നിന്നും ഇൻഫർമേഷൻ കിട്ടാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. നമ്മുടെ ഈ ഗ്ലോബൽ RTI റേറ്റിംഗ് പ്രകാരം നമ്മുടെ റാങ്ക് വരുന്നത് 6th പൊസിഷനാണ്. ഇപ്പോൾ ലോകരാജ്യങ്ങളിൽ 6ാമത്തെ സ്ഥാനമാണിത്. ഈ വർഷമാണ് 6ാമത്തെ സ്ഥാനത്തേക്ക് നമ്മൾ താഴ്ന്നു വരുന്നത്. ഇതിനു മുമ്പ് 5ാമത്തെ സ്ഥാനമായിരുന്നു. അപ്പം നിലവിൽ ഗ്ലോബൽ RTI റേറ്റിംഗ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 6th പൊസിഷനാണ്. Public authorities include all central, state and local bodies constituted under the Indian Constitution or under government notifications. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ കീഴിലോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പ്രത്യേക ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരമോ നിലവിൽ വന്നിരിക്കുന്ന എല്ലാ അതോറിറ്റിയും എന്താണ്? പബ്ലിക് അതോറിറ്റിയുടെ കീഴിൽ വരുന്നതാണ്. It covers all public sector undertaking, government companies and private aided institutions, including all public sector banking companies and public sector insurance companies. ഇപ്പം എന്താ, എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളും എല്ലാ പബ്ലിക് അണ്ടർടേക്കിങ്സും ഇൻക്ലൂഡിങ് പബ്ലിക് സെക്ടർ ഇൻഷുറൻസ് കമ്പനീസ് ആൻഡ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് comes under the purview of the RTI Act 2005. Every public authority, including public sector banking and insurance companies, shall designate public information officers to provide information to persons requesting for the information under this act. അപ്പോൾ എന്താ, എല്ലാ പബ്ലിക് സെക്ടർ ബാങ്കിങ് കമ്പനികളും ഇൻഷുറൻസ് കമ്പനികളും പ്രത്യേകമായിട്ടും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസേഴ്സിനെ നിയമിച്ചിരിക്കണം. പൊതുജനങ്ങൾ ഇവയുടെ പ്രവർത്തനത്തെക്കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് പ്രൊവൈഡ് ചെയ്യുന്നതിനായിട്ട് പ്രത്യേകമായിട്ട് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്തിരിക്കണം. Then, so subject to the provisions of the Right to Information Act 2005, all citizens shall have the right to information. Public sector banking and public sector insurance companies which were constituted by passing special act in Parliament. അപ്പം പാർലമെന്റിന്റെ പ്രത്യേക ആക്ട് പ്രകാരം നിലവിൽ വന്നിരിക്കുന്ന ഇൻഷുറൻസ് കമ്പനികൾക്കും ബാങ്കിങ് കമ്പനികൾക്കുമെല്ലാം RTI ആക്ട് ബാധകമാണ്. Though private institutions are not directly covered under this act, any information relating to private banking companies and private insurance companies which can be accessed by the public authority and the information can be accessed by citizens through the concerned public authority should be available for information need. പ്രൈവറ്റ് ഏതെങ്കിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നോ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നോ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് എങ്കിൽ ആ ഇൻഫർമേഷൻ പൊതുജനങ്ങൾക്കും കൊടുക്കാവുന്നതാണ്. ഇത് പ്രൈവറ്റ് സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റാണ്. ദെൻ അടുത്തത് ഗവൺമെന്റ് ഡീലിംഗ്സ് ആൻഡ് റിലേറ്റഡ് സർവീസസ്. ഇത് ഈ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ട്രാൻസാക്ഷൻസിനെ സംബന്ധിച്ച ഉള്ള പോയിന്റും ഗവൺമെന്റ് ഡീലിംഗ്സ് ആൻഡ് റിലേറ്റഡ് സർവീസസും ഒക്കെ 5 മാർക്കിന് ചോദിക്കാവുന്നതാണ്. The object of the Right to Information Act is to ensure that all citizens of India are able to seek information which is under the control of any public authority. പബ്ലിക് അതോറിറ്റിയുടെ കീഴിലുള്ള ഇൻഫർമേഷൻ ഇന്ത്യൻ പൗരന്മാർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് RTI ആക്ടിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്. Then, at present, the government administration functions under a halo of secrecy. ഇപ്പം ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ, ഗവൺമെന്റിന്റെ ഭരണ സംവിധാനം എല്ലാം തന്നെ എന്താണ്, ഒരു രഹസ്യത്തിന്റെ ഉള്ളിലാണ്, രഹസ്യ വലയത്തിന്റെ ഉള്ളിലാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയെല്ലാം എന്താണ്, ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി, ഒരു സുതാര്യതയില്ല. ആളുകൾക്ക് എന്താ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരു അവസരം കൊടുക്കുന്നില്ല. ആൻഡ് അൺവില്ലിംഗ് ടു ഡിവൾജ് ഇൻഫർമേഷൻ. ഇപ്പം എന്താ, ഇൻഫർമേഷൻ വെളിപ്പെടുത്തുന്നതിന് പലപ്പോഴും ഗവൺമെന്റ് ഒഫീഷ്യൽസ് അവർക്കെന്താ തയ്യാറില്ല, അൺവില്ലിംഗ് ആണ്, വില്ലിംഗ് അല്ല. Subject to the provisions of this act, all citizens shall have the right to information from the central and state governments. RTI ആക്ട് പ്രകാരം എന്താ, എല്ലാ പൗരന്മാർക്കും ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അറിയാനുള്ള സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിലും ഒരു അവകാശമുണ്ട്. The right to information means right to know about those information which is held or under the control of public authority. റൈറ്റ് ടു ഇൻഫർമേഷന്റെ മീനിങ് എന്താ, പബ്ലിക് അതോറിറ്റിയുടെ കീഴിലുള്ള എല്ലാ ഇൻഫർമേഷനും കരസ്ഥമാക്കാനുള്ള ഒരു അവകാശം പൊതുജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. പബ്ലിക് അതോറിറ്റി അണ്ടർ ദിസ് ആക്ട് ഇൻക്ലൂഡ്സ് ഓൾ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, പബ്ലിക് സെക്ടർ ഗവൺമെന്റ് കമ്പനീസ്, all central, state and local bodies constituted under the Indian Constitution or under government notifications. ഇതെല്ലാം എന്താ,
എല്ലാ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സും ഗവൺമെൻറ് കമ്പനികളും സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് കീഴിലുള്ള ലോക്കൽ ബോഡീസും അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമോ ഗവൺമെൻറ് പ്രത്യേക ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരമോ നിലവിൽ വന്നിരിക്കുന്ന എല്ലാ അതോറിറ്റികളും RT ആക്ടിൻ്റെ കീഴിലാണ് വരുന്നത്. ആസ് പെർ സെക്ഷൻ 2 subsection A of this act, appropriate government means in relation to public authority which is established, constituted, owned, controlled or substantially financed by funds provided. എന്താ ഒരു RTI ആക്ടിലെ സെക്ഷൻ 2 subsection A പ്രകാരം appropriate government എന്ന് പറഞ്ഞാൽ എന്താ means in relation to public authority which is established, constituted, owned, controlled or substantially financed by funds provided directly or indirectly by the central government or union territory administration or state government. ഇപ്പം എന്താ കേന്ദ്ര ഗവൺമെൻറ്റോ യൂണിയൻ ടെറിട്ടറി അഡ്മിനിസ്ട്രേഷനോ സംസ്ഥാന ഗവൺമെൻറ്റുകളോ നേരിട്ട് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും പബ്ലിക് അതോറിറ്റിയുടെ കീഴിൽ വരും. So as per the provisions of this act, citizens of India can seek information from the central government or state government matters relating government dealings and related services. It includes the right to inspection of work, documents or records. ഗവൺമെൻറ്റിൻ്റെ എന്താ വർക്ക് ഇൻസ്പെക്ട് ചെയ്യാം, ഡോക്യുമെൻറ്റുകൾ ഇൻസ്പെക്ട് ചെയ്യാം, റെക്കോർഡ്സ് ഇൻസ്പെക്ട് ചെയ്യാം, ടേക്കിംഗ് നോട്ട്സ്, എക്സ്ട്രാക്ട് ഓർ സർട്ടിഫൈഡ് കോപ്പീസ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ഓർ റെക്കോർഡ്സ് ഓഫ് ഡോക്യുമെൻറ്റ്സ്, നോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ കോപ്പി എടുക്കുകയോ ഒക്കെ ചെയ്യാം. ഒബ്റ്റെയിനിങ് ഇൻഫർമേഷൻ ഇൻ ദി ഫോം ഓഫ് ഫ്ലോപ്പീസ്, ടേപ്സ്, വീഡിയോ കാസറ്റ്സ് ഓർ ഇൻ എനി അതർ ഡോക്യുമെൻറ്റ് ഓർ ഇലക്ട്രോണിക് മോഡ്സ് ഓർ പ്രിൻ്റ് ഔട്ട്, എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് മോഡിലോ അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് ആയിട്ട് ഇൻഫർമേഷൻ കരസ്ഥമാക്കാം. A citizen has the right to inspect the work, documents or records or files of the government visiting the place or government offices. അപ്പോൾ ഒരു ഇന്ത്യൻ പൗരന് ഗവൺമെൻറ് ഓഫീസ് വിസിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ ഡോക്യുമെൻ്റൊക്കെ ഇൻസ്പെക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ബട്ട് ദി ഗവൺമെൻറ് ഹാസ് നോ ലീഗൽ ഓബ്ലിഗേഷൻ ടു ഗിവ് ഇൻഫർമേഷൻ വിച്ച് ആർ എക്സംപ്റ്റഡ് ഫ്രം ഡിസ്ക്ലോഷർ അണ്ടർ സെക്ഷൻ 8 ഓഫ് ദി റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005. അപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 സെക്ഷൻ 8 പ്രകാരം ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുക്കാനുള്ള ഒരു ബാധ്യത ഗവൺമെൻറ്റിനില്ല, അല്ലെങ്കിൽ പബ്ലിക് അതോറിറ്റിക്കോ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ഇല്ല. നമ്മൾ RT ആക്ട് 2005 ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ അടുത്ത വീഡിയോയിൽ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചുള്ള ഡിസ്കഷനാണ്. RT ആക്ട് ഡിസ്കഷൻ നമ്മൾ ഈ വീഡിയോയിൽ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.